ഭംഗിയുള്ള പടം. കുഞ്ചാക്കോന്റെ വേറൊരു സ്റ്റൈൽ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് കാണിച്ചെങ്കിലും അത് സെക്കൻഡ് ഹാഫിൽ വളരെ നല്ല രീതിക്ക് റിക്കവർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ആ ഫൈറ്റ് സീന് ലാസ്റ്റിൽ വരുന്ന ആ ഫൈറ്റ് സീനാണ് ഈ പടത്തിൻ്റെ ഒരു പേര് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം ആ ഒരു ഉന്മാദം പിടിപെട്ടതുപോലെ ആ കേസ് എങ്ങനെ തെളിയിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് ചെയ്യുന്നൊരു ഫൈറ്റാണത്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ പടം. കുഞ്ചാക്കോച്ചൻ അടിപൊളിയായിട്ട് പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലത്തെ ഒരു പടമല്ല, പക്ഷേ ഇത് കുറച്ചുകൂടെ എന്താ പറയുക ഹൊറർ എലമെൻ്റ് ഉള്ള ഒരു പടമാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ ഒരു ഹൊറർ എലമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. നമുക്ക് മിസ്റ്റേക്ക് വരുന്നതാണ് അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് വിചാരിക്കാത്ത ടൈപ്പ് പോകുന്നൊരു മൂവിയാണ്. ഇത് കാണാൻ പറ്റില്ല. നല്ല ക്യാരക്ടറാണ്. നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് ഒന്നും പറയുന്നില്ല. എല്ലാവരും കണ്ട് മനസ്സിലാക്കണം. കുഴപ്പമില്ല. ഒരു ക്രൈം ത്രില്ലർ മൂവി ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിലേക്ക് മാറുവാണ് പടം. അവസാനം അത് രണ്ടായിട്ട് എന്ന് വെച്ചാൽ സംവിധാനം കാണുന്നത് അത് കാണുന്നവർക്ക് തീരുമാനിക്കാം. ഒന്നെങ്കിൽ ഒരു നായകൻ ഉന്മാദം അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ഇത് രണ്ടും നടന്നിട്ടുണ്ട്. എന്നാലും സംവിധായകനും അത് കാണുന്ന പ്രേക്ഷകർക്കും തീരുമാനിക്കാം. കേട്ടോ, കുഴപ്പമില്ല. നല്ല പടം. നന്നായി ഷാഹി കപൂറിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഒരു പോലീസ് കഥ, അത് പുള്ളി നന്നായിട്ട് ഇപ്രാവശ്യവും അത് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം. ഒരു വെറൈറ്റിയാണ് പടം. അവസാനം ഇൻട്രോയിലൊക്കെ നല്ല ഇതായിട്ട് പോയി. ഇൻട്രോയിൽ കഴിഞ്ഞ് സൈക്കോളജിക്കൽ ത്രില്ലറിലേക്ക് മാറുമോ പടം, സൈക്കോ പടമായിട്ട് മാറുവാണ്. കുഞ്ചാക്കോൻ്റെ മുമ്പിലത്തെ പടം ഉണ്ടല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതിനകത്ത് തികച്ചും വ്യത്യസ്തമായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ഹാർഡ് ഓഫീസറാണ്, അതിനകത്തൊരു പാവം ഒരു ഓഫീസറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല. നല്ല പടം. ഷാഹി കപൂറിൻ്റെ സ്റ്റൈല് ആ പടം പോയിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് തന്നെ യാക്കോബനും ലിജോ മോളും സാബുമോനും ഇതിൽ ഓരോ കഥാപാത്രം വളരെ മത്സരിച്ച് അഭിനയിച്ച ഒരു ചിത്രം തന്നെയാണ്. ഷാഹി കപൂറിൻ്റെ രചനയിൽ നമ്മുടെ കിരൺ ദാസ് അണിയിച്ചൊരുക്കിയ ഈ ഒരു ചിത്രം വളരെ ത്രില്ലടിപ്പിച്ച് തന്നെയാണ് കൊണ്ടുപോയത്. ഓരോ നിമിഷവും ഓരോ സീനുകളും വളരെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം മികച്ച ഒരു അവതരണം തന്നെയായിരുന്നു കിരൺ ദാസ് ഈ ഒരു ഷാഹി കപൂറിൻ്റെ രചനയിൽ മലയാളികൾക്ക് സമ്മാനിച്ചത്. കുഞ്ചാക്കോവനും ലിജോ മോളും തകർത്ത്, ഒന്നും പറയാനില്ല. ഉന്മാദം തീർച്ചയായും. പെർഫോമൻസ് രക്ഷയില്ല. നല്ലൊരു അഭിനയം. ചാകോച്ച് വേറെ ലെവലാണ്. കണ്ടുതന്നെ മനസ്സിലാക്കണം. എല്ലാവരും തിയേറ്ററിൽ വെച്ച് തന്നെ ആവണം, എന്നാലേ എന്താണ് പടം അടിപൊളിയായിരുന്നു. സംഭവം എല്ലാവരും സിനിമയാണ്. നല്ല എക്സ്പീരിയൻസ്. പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിരുന്നു. കുഞ്ചാക്കോവിൻ്റെ ഒക്കെ നല്ല നൈസ് പെർഫോമൻസ് ആയിരുന്നു. സ്റ്റോറി ഒരു എന്താണ് മൺചിത്രത്താഴിനൊക്കെ ഒരു ചെറിയ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ സൈക്കോളജിക്കലി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്നതാണ്. ഒരു മിസ്റ്ററി ത്രില്ലർ, പിന്നെ ഒരു സൈക്കോളജിക്കലി ആ ഒരു മെയിൻ ക്യാരക്ടർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാത്രമല്ല, അത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറും കൂടി മിക്സാക്കിയ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ പടം ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ ടെൻഷൻ നല്ലോണം പിടിക്കുന്നുണ്ട്. കണ്ടു നോക്ക്, നല്ലതാണ്. ഒന്നും പറയാനില്ല അതിനകത്ത്. അതിൻ്റെ മുകളിൽ വെക്കാനൊന്നുമില്ല. പിന്നെ കിരൺ ദാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് എഡിറ്ററാണ്. പുള്ളിയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണെന്നുള്ളത് വിശ്വസിക്കാൻ പാടില്ല. കാരണം ഭയങ്കര ക്ലാസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുഞ്ചാക്കോവിന് ഒന്നും പറയില്ല. നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നിന്നൊക്കെ, പക്ഷെ ചില എലമെൻറ്റ്സ് ഒക്കെ പുള്ളി അഭിനയിച്ചിരിക്കുന്ന ഒരു രക്ഷയില്ല. ശരിക്കും ഉന്മാദമാണ്. ഉന്മാദത്തിൽ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. ആൻഡ് ഫൈറ്റൊക്കെ ഉണ്ട്, ഭയങ്കര നല്ലതാണ്. ആൻഡ് ക്ലൈമാക്സ് ഇസ് ടോപ്പ് നോച്ച്. അടിപൊളി. കേട്ടില്ല, കുഴപ്പമില്ല. ചാകോൻ പ്രകടനം അടിപൊളി, എല്ലാവരും നന്നായിട്ടുണ്ട്. ഏതാ ത്രില്ലർ മോഡ് ആണ്. ഫാമിലിയോട് കാണാം, എങ്കിലും ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒന്നാം തരം ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു.